നമ്മളൊക്കെ കുക്കിംഗ് പരീക്ഷണം ആരംഭിക്കുന്നത് തന്നെ ഓംപ്ലേറ്റിലായിരിക്കുംല്ലേ? അത് പിന്നെ അപ്‌ഗ്രേഡ് ചെയ്ത് ചിക്കൻ കറിയിലേക്കൊക്കെ മാറാറുണ്ട് ല്ലേ? അപ്പൊ ഇന്നൊരു കിടിലൻ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ? ഒരു നാടൻ ചിക്കൻ കറി ട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അയില് ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ട്ടോ. പിന്നെ നമ്മുടെ സവാള ആഡ് ചെയ്യുന്നുണ്ട് ട്ടോ. പിന്നെ നമുക്ക് അതൊന്ന് പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റി വരാൻ നമ്മളൊന്ന് ജസ്റ്റ് മൂടി വെക്കുന്നുണ്ടേ. അപ്പൊ ആ ഒരു ഗ്യാപ്പില് നമ്മള് പോയിട്ട് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചു കയറ്റി വരുന്നുണ്ടേ. വീട്ടിൽ തന്നെ ഉണ്ട് കറിവേപ്പില. കുറച്ചൊരു ശാറ്റൽ മയൊക്കെ ഉണ്ട്. അപ്പം കറിവേപ്പിലയൊക്കെ ഞൊട്ടി വന്നിട്ടുണ്ടേ. എന്നിട്ട് നമ്മുടെ ഒന്ന് ആ മൂടി മാറ്റി വെക്കുമ്പം നമ്മുടെ പാകത്തിനുള്ള ആ ഒരു ഗോൾഡൻ കളറിലേക്ക് നമ്മുടെ സവാള മാറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ബാക്കിയുള്ള സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ട്ടോ. എന്നിട്ട് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മസാലപ്പൊടികള് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാകത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മള് സവാളയിലും കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടെ കണക്കാക്കി നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പതയ്ക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നുണ്ട്. അതിലേക്ക് എന്നിട്ട് ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം വേവിക്കുന്നുണ്ട് ട്ടോ. കാരണം എന്ന് വെച്ചാല് ചിക്കൻ പെട്ടെന്ന് വേകുന്നുണ്ട്. സെപ്പറേറ്റ് കുക്കറിലൊക്കെ വെന്ത് പിന്നും കറിയാക്കാൻ അത് ഒരു സെക്കൻഡ് എന്തോ ഒരു രണ്ടാം പണിയല്ലേ. അപ്പൊ അതിലും നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് ട്ടോ. പിന്നെ ലേശം പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം ഒന്ന് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഓയിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മുടെ ഈ ചിക്കൻ കറി അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.